മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാമനായി രാജ്നാഥ് സിംഗും മൂന്നാമത് അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. ഘടകകക്ഷികളിൽ നിന്ന് 11 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിദേശ രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിന് സാക്ഷികളായി. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. ശ്രീ നരേന്ദ്ര दामोदर दास मोदी। मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചരിത്രം കുറിച്ചാണ് നരേന്ദ്രമോദി അധികാരത്തിലേറുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ. മോദി മന്ത്രിസഭയിലെ രണ്ടാമനായി രാജ്നാഥ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. മൂന്നാമത് അമിത്ഷായും. തൊട്ടു പിന്നാലെ നിതിൻ ഗഡ്കരി, അതിനുശേഷം JP നദ്ദ. ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. 51-ാമനായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. ജോർജ് കുര്യൻ 70-ാമതും. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ 72 അംഗങ്ങളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. BJPക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെ 61 മന്ത്രിപദങ്ങൾ. ദക്ഷിണേന്ത്യയിൽ നിന്ന് 13 മന്ത്രിമാരാണുള്ളത്. 30 പേർക്ക് ക്യാബിനറ്റ് മന്ത്രി പദവി. 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിമാർ. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 39 പേരും കേന്ദ്രമന്ത്രിമാരായിരുന്നവർ. മന്ത്രിസഭയിൽ 24 സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാതിനിധ്യം. 43 മന്ത്രിമാർ 3 അതിലധികമോ തവണ MP-മാരായവർ. രണ്ടാം മോദി സർക്കാരിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവർ പുതിയ മന്ത്രിസഭയിലുമുണ്ട്. വിവിധ രാഷ്ട്രത്തലവന്മാരും മറ്റ് വിശിഷ്ട വ്യക്തികളുമടക്കം 8000-ഓളം പേരാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളായത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ചടങ്ങിനെത്തി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റിനിൽ വിക്രമസിംഗെ, മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോഗ്വെ, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, ദില്ലി.